ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും മക്കളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലും ഇപ്പോൾ പറയാറുണ്ട്, ഞാനിപ്പോൾ കാനഡയിലാണ്. ഹസ്ബൻഡ് നാട്ടിൽ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേല് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ക്യാൻസറിന് ശേഷം ഞാൻ പഠിച്ച പാഠങ്ങൾ, ആ ക്യാൻസർ ഡിസീസിലും അതിനുശേഷവും ഞാൻ പഠിച്ച പാഠങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ഒത്തിരി പേര് ആ വീഡിയോ കാണുന്നുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ചു, ഞാൻ അതിൽ കൂടെ എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ടും കൂടി പങ്കുവയ്ക്കുവാണ്. അപ്പോൾ പങ്കുവയ്ക്കുമ്പോൾ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ക്യാൻസർ രോഗികളും അല്ലാത്തവരും ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് പേർക്ക് അത് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. നമ്മൾ അങ്ങനെ പേടിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ജെന്യൂനായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഓരോരുത്തർക്കും ഓരോ മനസ്സല്ലേ. കുറച്ച് പേര് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരുണ്ടാവാം, കുറച്ച് പേര് കുറച്ച് ബോൾഡായിട്ടുണ്ട് ഉള്ളവരുണ്ടാവാം. എല്ലാവർക്കും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിലേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ്. ഈവൻ ഒരാൾക്കോ രണ്ടാൾക്കോ എൻ്റെ ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം ഒരു മനുഷ്യനെ നമുക്ക് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങൾ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇനി ഡേ ഇൻ മൈ ലൈഫ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ കൂടുതൽ ആളുകൾക്കും താല്പര്യം ഇങ്ങനെയുള്ള വീഡിയോസിനോടാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ക്യാൻസർ വന്നവർക്കും വന്നു പോയവർക്കും ചെയ്യാവുന്ന സെൽഫ് കെയർ കാര്യങ്ങളാണ് കേട്ടോ. സെൽഫ് കെയർ നമ്മൾ എങ്ങനെ എടുക്കണം, ഈ ക്യാൻസർ സർവൈവേഴ്സിനാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ അത് ഈവൻ ഒരു ക്യാൻസർ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും അത് ഒരുപാട് ഉപകാരപ്പെടും. അവരുടെ രോഗത്തിൽ നിന്ന് അവരെ എന്താ പറയുന്നത്, അവർക്ക് കുറച്ചും കൂടി ഒരു വിൽ പവർ കൂടാനും അവരുടെ രോഗത്തെ അതിജീവിക്കാനും ഈ സെൽഫ് കെയർ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ടങ് ട്വിസ്റ്റ് വരുന്നുണ്ട്, അതിൽ ക്ഷമിക്കുക. അപ്പോൾ സെൽഫ് കെയറിനെ കുറിച്ചാണ് പറയുന്നത്. സെൽഫ് കെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് തന്നെയുണ്ട് ടോപ്പിക്സ്. പക്ഷെ ഞാൻ ഇതിലൊരു 10 കാര്യങ്ങൾ മാത്രമേ സെൽഫ് കെയറിനെ കുറിച്ച് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ 10 സെൽഫ് കെയർ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കമന്റ് എനിക്ക് വന്നിരുന്നു. അപ്പൊ ആ കമന്റിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വീഡിയോയിൽ കൂടെ അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഒരു കുട്ടിയാണോ വലിയ ആളാണോ ഒന്നും എനിക്ക് അറിയത്തില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് RCC പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തത്, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൂടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RCC എന്ന് പറയുമ്പോൾ റീജിയണൽ ക്യാൻസർ സെന്റർ, ക്യാൻസറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ക്യാൻസർ സെന്റർ. അത് ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അതിൻ്റെ വാതിൽക്കൽ താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ഒരു ക്യാൻസറിന് വേണ്ടി
ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ ഇത്രയും ഇതായിട്ടുള്ള റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ പോവോ അതോ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അവിടെയും ഓൺകോളജിസ്റ്റുകളുണ്ട്, പക്ഷേ ഇത്രയും എന്താ പറയുന്നത് എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഇവിടെ അതിനുള്ള പരിചരണങ്ങൾ കിട്ടും. അത് കളഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അവരുടെ നിന്ന് അവർ കുറച്ച് നാൾ ട്രീറ്റ് ചെയ്യും, ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് റെഫർ ചെയ്യുമ്പോഴത്തേലും ഇങ്ങോട്ട് വരുന്നതാണോ ഞാൻ ചെയ്യേണ്ടത്? ആദ്യമേ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ നല്ലത്. അപ്പം ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം, എല്ലാവരും എല്ലാ അറിവോടുകൂടെയും ജനിക്കുന്നവരൊന്നും അല്ലല്ലോ. അവർക്ക് RCCയെ കുറിച്ചും മെഡിക്കൽ കോളേജിനെ കുറിച്ചും ഉള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ടായിരിക്കാം അവരെന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരം കൂടിയാണ് പറയുന്നത്. ക്യാൻസർ സെന്ററിൽ അതിനുള്ള എല്ലാ എന്താ പറയുന്ന സംവിധാനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ അത് കളഞ്ഞിട്ട് ഒരിക്കലും മെഡിക്കൽ കോളേജിൽ പോകത്തില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ കാലിക്കട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ്, തൃശ്ശൂർ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിനെ സമീപിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അവിടുത്തെ ഡോക്ടർ കഴിവതും മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും റെഫർ ചെയ്യുന്നത് RCCയിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരാനേ പറ്റുള്ളൂ. ട്രിവാൻഡ്രത്ത് RCCയുടെ വാതിൽക്കൽ, എൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് തുറക്കുന്നത് RCCയിലോട്ടാണ്. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ഒരു സംവിധാനം ഉള്ളപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 10 സെൽഫ് കെയർ പ്രാക്ടീസസ് അബൌട്ട് ക്യാൻസർ സർവൈവേഴ്സ്. 10 സെൽഫ് കെയർ പ്രാക്ടീസസ് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ സാധാരണ മനുഷ്യർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും എന്ന് വെച്ചാൽ ക്യാൻസർ വന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ രോഗങ്ങളിൽ നിന്നും മറ്റ് മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞും നല്ല ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സെൽഫ് കെയർ ഹാബിറ്റ്സിലേക്ക് പോകാം. അപ്പം അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിസൺ ടു അവർ ബോഡി. നമ്മുടെ ശരീരം പറയുന്നത്, നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മോസ്റ്റ് കാര്യങ്ങളിലും സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഒട്ടും നോക്കാത്തത് അവരുടെ ശരീരമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ലിസൺ ടു അവർ ബോഡി. നമ്മുടെ ബോഡി ചിലപ്പം ചില ബോഡി എങ്ങനെ നമ്മളോട് സംസാരിക്കും, നമ്മളെങ്ങനെ ബോഡിയെ ലിസൺ ചെയ്യുന്നു എന്നായിരിക്കും നമ്മുടെ ഡൗട്ട്. പക്ഷെ നമ്മുടെ ബോഡി കുറേ നമ്മുടെ അടുത്ത് സിംറ്റംസ് കാണിക്കും. എനിക്ക് പറ്റുന്നില്ല, ഇപ്പം ഷിബി എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഷിബി എന്നെ ഒന്ന് ശ്രദ്ധിക്ക് എന്ന് എൻ്റെ ബോഡി എന്നോട് പറയുന്ന ലക്ഷണങ്ങളാണ് ക്ഷീണം, പിന്നെന്താ വേദന, മെൻ്റൽ സ്ട്രെസ്. ഇതൊക്കെ എൻ്റെ ബോഡി എന്നോട് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും സന്തോഷവും സമാധാനവും ഇത് മാത്രമല്ല, ബോഡിക്ക് ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അത് നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ക്ഷീണമോ വേദനകളോ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സോ എങ്ങനെയൊക്കെ വരുമ്പോഴത്തേലും, മെൻ്റൽ സ്ട്രെസ്സിന് ഞാൻ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്. പൊതുവായിട്ടുള്ളതല്ല, എൻ്റെ മാത്രമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെസ് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇതാണ് എന്നാണ് ആൾക്കാരുടെ ധാരണ. പക്ഷെ അത് വെറും തെറ്റായിട്ടുള്ള ധാരണയാണ്. നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കത്തില്ലേ? നിങ്ങൾക്ക് ലങ്സിനൊരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജലദോഷം, നിങ്ങൾക്ക് പനി, നിങ്ങൾക്ക് മുട്ടുവേദന, കഴുത്ത് വേദന, നടുവേദന, ഇങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനും
ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മനസ്സ് നിന്നു വരില്ല. അതിന് ഒത്തിരി പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം. ചിലപ്പോൾ നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് അവരുടെ ഒരു ഗൈഡൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിന് ഒരിക്കലും അയ്യോ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണെന്നുള്ള തെറ്റായ ധാരണ മാറ്റുക. അങ്ങനെ അല്ല. യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈവൻ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുന്ന ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് തരികയും നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതുപോലെ ക്ഷീണം വരുമ്പോഴത്തേലോ അല്ലെങ്കിൽ ശരീരത്തിൽ വേദനകൾ വരുമ്പോഴോ നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയുന്നത് അത് നിസ്സാരമെന്ന് കാണരുത്. ചിലതുണ്ട്, നമ്മൾ കുറേ പണിയെടുത്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് ക്ഷീണം വരിക, അപ്പോഴും നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക, നമ്മൾക്ക് ആശ്വാസം കിട്ടും. അങ്ങനെ അല്ലാതെയുള്ള ക്ഷീണങ്ങളുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ച് നമുക്ക് എഴുന്നേക്കാൻ പറ്റാതെ തളർച്ച ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുക. അതുപോലെ വേദനകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പൊ ബ്രസ്റ്റിലുണ്ടാവുന്ന പെയിന് കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഇപ്പോൾ മെൻസ്ട്രേഷൻ പീരീഡ് ഒക്കെ ആണെങ്കിൽ അതിന് മുന്നായിട്ട് കുറച്ച് പെയിനൊക്കെ വരും. അത് നമുക്കറിയാൻ പറ്റുന്ന പെയിനാണ്. അപ്പൊ അതിനേക്കാളും ആ പെയിൻ എക്സീഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സർജനെ കാണിക്കുക കേട്ടോ. ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാലും കുഴപ്പമില്ല, അവർ നിങ്ങളെ സർജനിലോട്ട് റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അത് ചെറുതായി കാണരുത്, അതിനെ തള്ളിക്കളയരുത്. അതാണ് ഫസ്റ്റ് കാര്യം കേട്ടോ. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ക്യാൻസർ വന്നു പോയ ഒരു പേഷ്യൻറ്റിനാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് വേണം. ക്യാൻസർ വന്നു, കീമോതെറാപ്പി ചെയ്തു, അല്ലെങ്കിൽ മറ്റ് സർജറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു, റേഡിയേഷൻ ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ രോഗം മാറി, ഡോക്ടർ അപ്പം പറയുവാണ് നിങ്ങളുടെ രോഗം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴ് നമ്മൾ ആ രോഗം മാറി എന്ന് വിചാരിക്കരുത്. ഡോക്ടർ അതിൻ്റെ കൂട്ടത്തിൽ പറയും നിങ്ങൾക്കിനി ചിലപ്പം മന്ത്ലി എല്ലാ മന്ത്സും നിങ്ങൾക്ക് ഫോളോ അപ്പ് വേണം എന്ന് പറയും. ചിലപ്പോൾ 6 മന്ത്സിലൊരിക്കലായിരിക്കും ഫോളോ അപ്പ് പറയുന്നത്, ചിലപ്പോൾ 1 ഇയറിൽ പറയുമായിരിക്കും. ഈ ഫോളോ അപ്സ് ഒന്നും നിങ്ങൾ മുടക്കരുത്. കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോളോ അപ്സ് നിങ്ങൾ ആ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, ചെയ്യുക തന്നെ വേണം. കാരണം നമ്മുടെ ശരീരമാണ്, ഒരിക്കൽ നമുക്ക് അത് നമ്മുടെ ശരീരം ഈ ഒരു രോഗത്തിൽ പെട്ടുപോയതുമാണ്. അപ്പോൾ വീണ്ടും സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഈ ഫോളോ അപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാലായിട്ട് അവർ ഇനിയും എന്തെങ്കിലും ഈ ഒരു അണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് വിത്തിൻ നോ ടൈം അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ആദ്യമേ അതിൻ്റെ ഒരു ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലായിട്ട് ട്രീറ്റ്മെന്റ് വളരെ ഈസി ആയിരിക്കും. ആർക്കും അത് വന്നവർക്ക് അത് തിരിച്ചു വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും ക്യാൻസർ വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാലും വന്നു പോയിട്ടുള്ളവർക്ക് അത് എന്താ പറയുന്നത് അത് വീണ്ടും വരാതിരിക്കാനും അഥവാ വന്നാൽ അതിനെ തടയാനും ഉള്ള മാർഗമാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഇതിൻ്റെ കൂടെ സ്കാനിങ്സ് പറയും. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്കാനിങ് മുടക്കരുത്. പൈസയുടെ ഇത് നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന സ്കാൻസ് ഒന്നും മുടക്കരുത്. ചില ഡോക്ടേഴ്സ് പറയും പെറ്റ് സ്കാനൊക്കെ പറയും. പെറ്റ് സ്കാനൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ.
നമ്മുടെ ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്താ പറയുന്ന ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു 80 വയസ്സ് വരെയോ അല്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെയോ ജീവിക്കേണ്ടവരായിരിക്കും. നമ്മൾ എന്തിനാ ഒരു 40 വയസ്സിലെ നമ്മുടെ ജീവിതം, ബാക്കിയുള്ള ജീവിതം ജീവിക്കാതെ നേരത്തെ നമ്മളുടെ തെറ്റുകൊണ്ട് തന്നെ അതിനെ നഷ്ടപ്പെടുത്തുന്നത്? അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സ്കാനിങ്ങിന്റെ പൈസയും കാര്യങ്ങളും ഒന്നും നോക്കരുത്. ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, സ്കാനാണ് സ്കാന്, ചെക്കപ്സ് ആണെങ്കിൽ ചെക്കപ്സ്, ബ്ലഡ് ടെസ്റ്റുകളാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തോണ്ട് പോവുക കേട്ടോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് അസുഖം വന്നവരാകട്ടെ വന്നു പോയവരാകട്ടെ അല്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നവരാകട്ടെ, എല്ലാവർക്കും ഒരു ഹെൽത്തി ഡയറ്റ് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കുറച്ച് മറവിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് നോക്കിയിട്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എൻ്റെ കണ്ണ് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേലും അതിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ, ഹോൾ ഗ്രെയിൻസ് എല്ലാം അതിൽ ആഡഡ് ആയിരിക്കണം. എന്താ പറയുന്നത്, നമ്മൾ കഴിവതും റെഡ് മീറ്റ്സ്, ഈ ക്യാൻസർ വന്നവരും വന്നു പോയവരും റെഡ് മീറ്റ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫിഷ് നന്നായിട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള മുട്ട, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് എല്ലാം, അതിൽ തന്നെ എന്താ പറയുന്നത് പയറ്, പിന്നെ കടല, അതൊക്കെ പൾസസിൽ വരുന്നതാണ്. എന്നാലും ഗോതമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നല്ലോണം കഴിക്കുക. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ പാല്, അതൊക്കെ പാലൊന്നും കുടിക്കരുതെന്ന് പറയും. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം കിട്ടുന്നത് പാലിൽ നിന്ന് കാൽഷ്യം ഒരുപാട് കിട്ടും. അപ്പോൾ ടൂ മച്ച് അല്ല, എന്നാലും കുറച്ച് പാലൊക്കെ നമ്മൾ കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നിനും, അതിൽ തന്നെ ഫാറ്റ് എല്ലാം, ഒരു കംപ്ലീറ്റ് ഫുഡാണ് പാലെന്ന് പറയുന്നതും. അപ്പോൾ പാല് കുടിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല, ഒന്നും അധികമാവരുത്. പിന്നെ ഫ്രൂട്ട്സിൽ ഞാൻ പറയുന്ന ഇത് മിൽക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ അവർ മീറ്റും ഫിഷും ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവർക്ക് പാലും പാൽ പ്രോഡക്ട്സും ഒക്കെയാണ് അവരുടെ ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മിൽക്ക് എന്ന് പറഞ്ഞത്. നാളെ മിൽക്ക് ചേച്ചി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എന്നെ കയറി ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് പാലെല്ലാരും ഇതാക്കാൻ പറയുന്നില്ലേ ചേച്ചി എന്തിനു പറഞ്ഞു എന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. ഫ്രൂട്ട്സിൽ എനിക്ക് ഡോക്ടർ എന്നോട് ക്യാൻസർ ആയിരുന്നപ്പോൾ പറഞ്ഞത് ഗ്രേപ്സ് കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഗ്രേപ്സ്, ആ വയലറ്റ് കളറിലെ ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് ഒട്ടുമേ കഴിക്കരുത്. ഗ്രേപ്സ് എന്ന് പറയുന്ന സാധനമേ കഴിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. കാരണം അതിൽ എനിക്ക് തോന്നുന്നു ഈ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് അത് പഴുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് വരുന്നത് കൊണ്ടായിരിക്കാം ഗ്രേപ്സ് കഴിക്കരുതെന്ന് പറഞ്ഞു. അത് ക്യാൻസർ വന്നു പോയിട്ടും കുറെ കാലത്തേക്ക് എന്നോട് ഗ്രേപ്സ് കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതെ, ഞാൻ ഗ്രേപ്സ് വളരെ വർഷത്തിൽ ഒരിക്കലെങ്ങാനും കുറച്ച്, അത്രേ ഞാൻ കഴിക്കാറുള്ളൂ. ഗ്രേപ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെയാണ് റെഡ് മീറ്റും ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഫിസിക്കലി നമ്മൾ എന്താ പറയുന്നത് ആക്റ്റീവായിട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ
അയ്യോ എനിക്ക് ഈ അസുഖം വന്നതാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എൻ്റെ ഭാവി എന്താവും എന്നൊന്നും ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഏറ്റവും ഇതായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേല് ഓബ്വിയസ്ലി നമുക്ക് നമ്മുടെ ബോഡി കുറച്ച് വീക്കാവും. കാരണം ബോഡിയിൽ അത്രയും കീമോ മെഡിസിൻസ് കയറിയിട്ടുണ്ട്, പിന്നെ അതുപോലെ റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കേസിലാണെങ്കിൽ സർജറിയും വരെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിയുമ്പോൾ ബോഡി വീക്കാവും. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചെറിയ എക്സസൈസസ്, ജെന്റിൽ എക്സസൈസസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ചെറിയ യോഗ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായിട്ട് യോഗ ചെയ്യണം എന്നല്ല പറയുന്നത്, ചെറുതായിട്ട് യോഗ ചെയ്യുക, ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുക. അതെല്ലാം ഇതെന്ത് ചെയ്യുമ്പോഴും ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡാൻസേഴ്സ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എക്സസൈസസ്, പിന്നെ ഇച്ചിരി ഒന്ന് നടക്കുക. ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഹെൽത്തിന്, ഫിസിക്കൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും. ഹെൽത്തി ആയിട്ട് മാത്രമല്ല, ആക്റ്റീവായിട്ടിരിക്കും. അപ്പം അതിനുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ട് വളരെ ഇപ്പൊ ചിലരുണ്ട്, നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഒരുമിച്ച് അങ്ങ് നടക്കും, 15 കിലോമീറ്റർ നടക്കുക, അല്ലെങ്കിൽ ഭയങ്കര ജിമ്മിൽ പോയിട്ട് ഒരു 2-3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. ഡാൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 3 hours അടുപ്പിച്ച് ഡാൻസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എല്ലാം നമ്മൾ ചെറുതായിട്ട് ചെയ്ത് നമ്മുടെ ബോഡി അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണം. അഡ്ജസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് എത്ര ഇത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ എക്സസൈസസും ഡാൻസിങ്ങും വാക്കിങ്ങും ഒക്കെ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇപ്പൊ ഷിബി ചേച്ചി വന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാം, അങ്ങനെയല്ല. എക്സസൈസസ് തന്നെ എന്ത് തരം എക്സസൈസസ്, എങ്ങനെയുള്ള എക്സസൈസസ് എന്ന് ഡോക്ടർ പറഞ്ഞു തരും, അത് ചെയ്യുക. അതുപോലെ സ്ട്രെച്ചിങ്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരും ഇതുപോലെ ഇന്ന ആളുടെ ഇൻസ്ട്രക്ഷനോട് കൂടെ നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് എടുക്കുക, ഇങ്ങനെയുള്ള യോഗ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ആ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രം നമ്മൾ എക്സസൈസസ് ചെയ്യുക. പിന്നെ ഇപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന പോലെ തന്നെ മെന്റലിയും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഇതൊന്നും നമ്മൾക്ക് പാടില്ല. കാരണം ഒരുപാട് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്, നമ്മുടെ വിൽ പവറാണ് നമ്മളെ ഈ ഒരു രോഗത്തിൽ നിന്നും നമ്മളെ വിമുക്തരാക്കുന്നതും അതുപോലെ തന്നെ രോഗത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതും രണ്ടും നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഒരു സ്ട്രോങ് മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു ആൾക്ക് ചിലപ്പോൾ ഏത് രോഗത്തെയും തരണം ചെയ്യാം. രോഗം വരില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ചോദിക്കും, ചേച്ചിക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ചേച്ചിക്ക് ക്യാൻസർ വന്നു? ക്യാൻസർ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഏത് രോഗവും ഏത് മനുഷ്യർക്കും വരാം. അത് അവരുടെ കുറ്റമല്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഹൈ ആണെങ്കിൽ ഒരുവിധം എല്ലാ രോഗങ്ങളെയും നമുക്ക് തരണം ചെയ്തു പോവാം. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് സമയമെങ്കിലും, ഒരു 5 minutes എങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ധ്യാനിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ, അതിനൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട്
വിരലുകൾ ഇത് കണ്ടോ, ഇതാണ് ചിൻമുദ്ര എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ കൈ പിടിക്കുക, കണ്ടോ, ഇതാണ് ചിൻമുദ്ര. ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് നമ്മുടെ മടിയിലോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നട്ടല് സ്ട്രെയിറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 1-2 ഡീപ് ബ്രീത്ത് എടുക്കുക, പതുക്കെ എക്സൈൽ ചെയ്യുക. അതായത് പുറത്തോട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഉള്ളിലേക്ക് ശ്വാസം ആഞ്ഞു ആഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇത് ഡീപ്പായിട്ട് എടുക്കുക. അതുപോലെ തന്നെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 2-3 വട്ടം ചെയ്തതിന് ശേഷം നമ്മുടെ ശ്വാസം സാധാരണ നമ്മുടെ ഈ ഒരു ബ്രീത്തിങ് ഇല്ലേ, അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യുക. ആ ബ്രീത്തില്, ആ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമുക്ക് പലവിധ ചിന്തകൾ വരും. പലവിധ ചിന്തകൾ വന്നിരുന്നിരുന്നാലും ആ ചിന്തകളെയൊക്കെ മാറ്റിക്കളയുക. അതിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഈ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്രദ്ധിച്ച് നമ്മൾ ഈ ശ്വാസത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. 1 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ 30 സെക്കൻഡേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ 30 സെക്കൻഡെങ്കിലും 30 സെക്കൻഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. 1 മിനിറ്റ് എങ്കിലും 1 മിനിറ്റ് ചെയ്ത് നോക്കുക. ഒരിക്കലും ആദ്യമേ കയറി 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനെ ഒന്നും എടുക്കണ്ട. ആദ്യം നിങ്ങൾക്ക് 1 പ്രാവശ്യമേ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതെങ്കിൽ 1 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് വരുത്തുക. ഏറ്റവും നല്ലത് നിങ്ങളൊരു യോഗ ട്രെയിനറുടെ അടുത്ത് പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്യാൻസർ വന്നു പോയവർക്ക് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനാണ് കേട്ടോ ഇത്. പിന്നെ ഉണ്ട് പ്രാണായാമ, അങ്ങനെയൊക്കെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ, ഞാൻ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് യോഗ എന്താ പറയുന്നത്, യോഗ മാം പറഞ്ഞു തന്നതും പിന്നെ ഡോക്ടേഴ്സ് എന്നോട് അഡ്വൈസ് ചെയ്തതുമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇത് ക്യാൻസർ ആയിട്ട് കിടക്കുന്നവർക്കും ചെയ്യാം. അവർക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. 1-2 നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് ഭയങ്കര ഒരു റിലീഫായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ മൈൻഡ്ഫുൾനെസ്. നമുക്ക് ഉള്ളതില് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുക. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഇപ്പൊ എന്താണോ നമുക്കുള്ളത്, നമ്മൾക്ക് ഇന്ന് മാത്രം, ഇന്നത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഈ നിമിഷം എനിക്ക് എന്തൊക്കെയുണ്ട്, ഇന്നത്തെ ഈ നിമിഷം എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് ഓർത്ത് അതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക, മനസ്സ് നിറയുക. കാരണം ഇന്ന് ഞാനൊരു രോഗിയായിരുന്നു. ആ രോഗത്തിൽ നിന്ന് ഞാൻ സർവൈവ് ചെയ്ത് വന്നവളാണ്. ഇതിനേക്കാളും വലിയ എന്ത് സന്തോഷമാണ് എനിക്കുള്ളതല്ലേ. അപ്പൊ ഇന്നും എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നു. ഇതെല്ലാം എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ഇന്ന് നമുക്ക് എന്തുണ്ടോ, അല്ലെങ്കിൽ ഈ നിമിഷം എനിക്ക് എന്തുണ്ടോ അതിനെ ഓർത്ത് സന്തോഷിക്കുക. ഇന്നെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നെനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നെനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, അത് ഭാഗ്യമാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അപ്പൊ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, ഉള്ളതിൽ സംതൃപ്തി കാണുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജേർണലിംഗ് നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പഠിപ്പിച്ചു തരാറുണ്ട് ജേർണലിങ്ങിനെ കുറിച്ചൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പം മുതലേ ജേർണലിംഗ് ചെയ്യുമായിരുന്നു. അത് പക്ഷെ വേറെ രീതിയായിരുന്നു എൻ്റെ ജേർണലിംഗ് എന്ന് പറയുന്നത്.
എനിക്ക് വിഷമമുള്ള കാര്യങ്ങൾ, ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുകയോ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് അവരോട് എന്തെങ്കിലും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഞാൻ ഉടനെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ദൈവത്തിനൊരു കത്തെഴുതും. സ്നേഹം നിറഞ്ഞ ഈശോയ്ക്കെന്നും പറഞ്ഞായിരിക്കും എൻ്റെ കത്ത്. ഇത് ഞാൻ ഇതിനു മുമ്പേ ഞാൻ ഒരു ഷോർട്സ് വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹം നിറഞ്ഞ ഈശോയ്ക്കെന്നും പറഞ്ഞിട്ടായിരിക്കും എൻ്റെ കത്തിൻ്റെ തുടക്കം. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ ഞാൻ അതിലെഴുതും. എഴുതിയിട്ട് ഞാൻ അവസാനം എന്ന് സ്നേഹപൂർവ്വം ഷിബി എന്ന് എഴുതി ഞാൻ എന്നിട്ട് അതിനെ കത്തിച്ചു കളയുമ്പോൾ എൻ്റെ വിശ്വാസം അത് ഞാൻ കർത്താവിന് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് ആ വിഷമങ്ങൾ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് വരുമ്പോൾ എനിക്കിപ്പോൾ പഴയ കാര്യങ്ങൾ, എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരെ ഓർത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിദ്വേഷ വൈരാഗ്യങ്ങളോ ഒന്നും ഒരു മനുഷ്യനോടും എൻ്റെ ഇന്നത്തെ ബുദ്ധിയിൽ ഇപ്പോഴിരിക്കുന്ന ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ട് പറയുകയാണ്, എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് പറയുകയാണ്, എനിക്ക് ഒരു മനുഷ്യനോടും ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഒരു നീരസമോ ഒന്നുമില്ല. എല്ലാവരോടും എനിക്കുള്ളത് സ്നേഹം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജേർണലിംഗ്, പിന്നെ അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടായ ഇന്നത്തെ ഈ ദിവസം ഒരു 3 കാര്യങ്ങൾ എന്താണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം എന്നെ സന്തോഷിപ്പിച്ച 3 കാര്യങ്ങൾ, അതിന് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഐ എം താങ്ക്ഫുൾ ടു ദിസ് എന്നും പറഞ്ഞിട്ട്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്, I am grateful for my hearing. I am grateful for my happiness. അന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഞാൻ ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു, എനിക്ക് ഇന്ന് എഴുന്നേക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു, എനിക്ക് ഇന്ന് ശ്വസിക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു, എനിക്ക് ഇന്ന് ഇത്രയെല്ലാം ജോലികൾ ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ മനസ്സിലെ കുറേ വിഷമങ്ങളും ഇതുമെല്ലാം മാറും. ഇതിപ്പോ പറഞ്ഞൊരു മോട്ടിവേഷണൽ ക്ലാസ് പോലെയായി. അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, മോട്ടിവേഷൻ ഒന്നും അല്ല. ഞാൻ ഇപ്പം ക്യാൻസറായിട്ട് കിടക്കുന്ന പേഷ്യൻസിനും അല്ലാതെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളവർക്കും അല്ലാതെയുള്ള നോർമൽ പീപ്പിൾസിനും വേണ്ടിയിട്ട് അവരൊന്ന് ഇത് ചെയ്ത് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 1-2 പേരെങ്കിലും ഇത് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ അവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ 5ാമത്തെ കാര്യം, മെന്റൽ സ്ട്രെങ്ത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ നന്നായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഉറക്കത്തിൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളത്, എപ്പോഴും ഇങ്ങനെ ഉറങ്ങരുതെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ രാത്രിയിൽ 7 മുതൽ 9 മണിക്കൂർ വരെ നന്നായിട്ട് ഉറങ്ങുന്ന ഒരാള് മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ആക്റ്റീവും ആയിരിക്കും, ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റെല്ലാത്തിനും നമുക്ക് സാധിക്കും. മറ്റേത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഉറങ്ങാതെ നമുക്കൊന്ന് ശരിക്കും ഉറക്കം കിട്ടാതെ എഴുന്നേക്കുന്ന നമ്മുടെ പകലുകൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു ഉറക്കം ഇതിന് അത്യാവശ്യമാണ്. രോഗിയായിരുന്നാലും അല്ലെങ്കിലും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നവർക്കായിരുന്നിരുന്നാലും ഉറക്കം വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് രാത്രിയിൽ 7 മുതൽ 9 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ചുറ്റും ഉണ്ടാക്കുക. അത് ചിലപ്പം നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം,
പിന്നെ ചിലപ്പം ഈ ഒരു ക്യാൻസർ സർവൈവേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, പിന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതിൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതും ഒറ്റപ്പെട്ടിരിക്കുന്നതും ഒരിക്കലും എന്താ പറയുന്നത്, അത് നമുക്ക് വീണ്ടും 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 പഴയ കാര്യങ്ങളും നമ്മുടെ രോഗങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് നമ്മുടെ മനസ്സിനെ തളർത്താനായിട്ട് അത് നമുക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചാൻസ് ഇതിൽ നിന്ന് ഒഴിവായി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എപ്പോഴും പിന്നെന്താ ഹെൽത്തിയുമായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിൽ ആണ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സർവൈവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു നല്ല ബന്ധം നിലനിർത്താൻ നോക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. സോഷ്യൽ ആക്ടിവിറ്റീസ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടെ നമുക്ക് സന്തോഷം വരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ. വാക്കുകൾ പലതും കിട്ടുന്നില്ല, അതാണ്. പിന്നെ 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തണം. അത് നമ്മളൊരു ആഘോഷമാക്കി മാറ്റണം കേട്ടോ. ഓരോ മുന്നേറ്റവും നമ്മൾ അംഗീകരിക്കുകയും വേണം, ആഘോഷിക്കുകയും വേണം. അതായത് ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഞാനൊരു കാര്യം ചെയ്തു, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ല കാര്യം സംസാരിക്കുന്നു, ഇത് നല്ലതായിട്ട് തന്നെ എല്ലാവരും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും നല്ല കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേല് ഞാൻ എൻ്റെ തന്നെ തോളിൽ തട്ടി എന്നോട് പറയുക, വെൽ ഡൺ, വെൽ ഡൺ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിൽ കൂടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രോത്സാഹനം നമ്മളോട് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനൊരു ജോലി ചെയ്തു, ഇപ്പൊ ഒരു എന്താ പറയുന്നത്, വീട്ടിലെല്ലാവർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേല് അവരോട് താങ്ക്ഫുൾ ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളോട് പറയാം, വെൽ ഡൺ, നന്നായിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ ഒരു നല്ല ചെറിയ കുട്ടികൾ പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിച്ച് പാസ്സായി. അപ്പൊ അവരോട് തന്നെ പറയുക, വെൽ ഡൺ. എന്നിട്ട് ഒരു മിഠായി എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ച് കഴിക്കുക. എന്താണ് അത്? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇതൊക്കെ മനസ്സിന് നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മളിത് ഇതിൽ കൂടെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ ഈ ചേച്ചി എന്ത് പൊട്ടത്തരമൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അല്ല, നമ്മളെ തന്നെ നമ്മളുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക, നമ്മൾ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവും കേട്ടോ. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കുക. അത് ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ അസുഖത്തെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് എന്താ പറയുന്നത്, തിരിച്ച് നമ്മളിലേക്ക് ആ രോഗത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, നമ്മുടെ മനസ്സിന്റെ സ്ട്രെങ്ത് ആണ് നമ്മുടെ ബോഡിയുടെയും സ്ട്രെങ്ത്. ഒരു എന്താ പറയുന്നത്, ഒരു ഹെൽത്തി മൈൻഡിന്റെ ഉടമയാണെങ്കിൽ പല രോഗങ്ങളും നമ്മളെ തൊടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇതിപ്പോ ഇതിന് പറ്റിയില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ല സൈക്കാട്രിസ്റ്റിൻ്റെ വേണമെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ശരീരമാണ്. പുറത്തുനിന്നുള്ളവർക്ക് പറയാം, അയ്യോ ഇതൊക്കെ ഇവിടെയൊക്കെ പോകുന്നതൊക്കെ ഭ്രാന്തുള്ളവരാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നന്നായി ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചായിരുന്നാലും പുരുഷന്മാരെ സംബന്ധിച്ചായിരുന്നാലും അവരെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, ഇല്ലേ? പുരുഷന്മാരാണെങ്കിൽ ജോലി ചെയ്ത് ഭാര്യയും മക്കളെയും നോക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ഇപ്പോഴും പുറത്തു പോയി അല്ലാതെയുള്ള ഓഫീസ് ജോലികൾ ചെയ്യുന്നുണ്ട്, അല്ലാതെയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, പോരാത്തതിന് വീട്ടു ജോലികൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. ഞാൻ പുരുഷന്മാരെ ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. അതെന്തിനാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലായിട്ട്, അത് നമുക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനെയും വർദ്ധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കണം. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് സമയം കണ്ടെത്തി വെറുതെ ഇരിക്കുക. ഒന്ന് വെറുതെ ഇരിക്കുക, കുറച്ച് സമയം വെറുതെ കിടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരു സിനിമ കാണാൻ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരം TV കണ്ടിരിക്കണം. അങ്ങനെ TV കണ്ടിരിക്കുക. കാരണം ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും സ്ത്രീകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവര് നേരം വെളുത്ത് 4 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കും. അവര് ത്രൂ ഔട്ട് പണിയാണ്, രാത്രി 12 മണി വരെ. എന്ത് ചെയ്യുന്നു? ഈ മക്കൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് തീർക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിച്ച് തീർക്കുന്നത് ഒരു മോശം കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം കുറച്ചൊന്ന് കിടക്കുക, കുറച്ചു നേരം TV കാണുക, കുറച്ചു നേരം ബുക്ക് വായിക്കുക, കുറച്ചു നേരം അല്ലെങ്കിൽ എന്താ പറഞ്ഞ കിടന്നുറങ്ങാൻ തോന്നിയാൽ കിടന്നങ്ങ് ഉറങ്ങിയേക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹെൽത്തും നമ്മുടെ മാനസിക ഹെൽത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് മെന്റൽ സ്ട്രെസ് വളരെ കുറവായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കുറച്ച് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ 10 കാര്യങ്ങൾ കേട്ടോ. 10 സെൽഫ് കെയർ കാര്യങ്ങളാണ്. ഇത് ക്യാൻസർ സർവൈവേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, ക്യാൻസർ പേഷ്യൻസിനും സാധാരണയുള്ള എന്താ പറയുന്നത് നോർമൽ ജീവിക്കുന്ന ഒരു അസുഖവും ഇല്ലാത്ത ആൾക്കാർക്കും ഇത് ഉപകാരം ചെയ്യും. അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ 42 മിനിറ്റായി വീഡിയോ. അപ്പൊ ഇനിയും കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയുള്ളത് അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു കൊള്ളുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും അതെ നന്നായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയും കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സമയം കൂടുതൽ എടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം എന്നാലേ എൻ്റെ ഈ ചാനല്, എൻ്റെ അല്ല നമ്മുടെ ഈ ചാനൽ വളരുകയുള്ളൂ. വളരുന്നതനുസരിച്ച് എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കുറച്ച് എന്താ പറയുന്നത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദയവ് ചെയ്തിട്ട് ഒരു ലൈക്ക് ഇട്ടേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഒരുവിധം എല്ലാ കമൻസിനും ഞാൻ
മറുപടി കൊടുക്കുന്നതാണ്. ഒരുവിധമല്ല 99.99% ഞാൻ കൊടുക്കാറുണ്ട്. ചിലത് അറിയാതെ വിട്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില നെഗറ്റീവ് കമൻസിനാണ് ഞാൻ മറുപടി ഒന്നും കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.